പച്ചക്കറി എടുത്തുകൊണ്ട് പിടിച്ച് വെക്കാണ്ടല്ലേ. മുട്ടിയേ മുട്ടിയേ ഉമ്മാന്റെ കുട്ടി ഇവിടെ ഒന്ന് വന്ന. ഇമ്മ നിങ്ങളെ വിളിച്ചീന തലവേദനായിട്ട്. ആ ഇമ്മങ്ങൾ എന്താ ഈ കാണിക്കണത്? അവിടെ വെക്കി, ഞാൻ എടുത്തോളാം. ഇതിപ്പോ നീച്ച് നടക്കാൻ പറഞ്ഞു നോക്കുമ്പോ അടുക്കളയിൽ വന്ന് നേരെ പണിയെടുക്കലായി. അല്ലെങ്കിൽ 24 മണിക്കൂറും കെടുത്താൻ തന്നെ. അവിടെ വെക്കിമ്മ, ഞാൻ എടുത്തോളാം. നിങ്ങൾ വെയ്യായിക്കൊക്കെ ഇപ്പൊ മാറിയമ്മ? അത് കണ്ട് മാറിക്കോളും. അസുഖം എന്ന് വെച്ച് ഇരുന്നിട്ടുണ്ടെങ്കിലേ പിന്നെ എന്നും അസുഖം തന്നെ ആവും. നിങ്ങൾ രണ്ടാളാണെങ്കിൽ എടുക്കാൻ സമ്മതിക്കൂലല്ല. ഒരു തലത്തൊന്ന് ഇജും വന്ന് ഇന്നങ്ങനെ പറഞ്ഞുകാണ്ടിരിക്കും, നൂറി വന്ന് പറഞ്ഞുകാണ്ടിരിക്കും. പിന്നെ അടുക്കളയിൽ ഒന്നും ചെയ്യാതെ എന്താ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്ക? എന്നോട് കഴിയൂല ഒറ്റക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാന്. കെടുക്കാനും സമ്മതിക്കൂല. നിങ്ങൾ കെടുന്നാ പറയും അസുഖം കൂടുന്നാറ്. വെറുതെ ഇരുന്നാ പറയും നിങ്ങള് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കണ്ടെന്നറിയും. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ സമ്മതിക്കൂലെന്ന് പറഞ്ഞാല് അതൊക്കെ കണ്ട് മാറിക്കോളും. ഉമ്മാന്റെ കുട്ടിയെ ആ ഫ്രിഡ്ജിക്ക് ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചാ കുഞ്ഞപ്പൊ കൊടുന്നു തന്നതാണ്. ഉള്ളിയും തക്കാളി ഉരുളങ്കിയും വല്ലതും ഉണ്ട്. ചെല്ല്. ഇമ്മ നൂറേ ജംഷിന്റെ അടുത്ത് എത്തിയിട്ട് വിളിച്ചീനാ. ഉമ്മാന്റെ ഊരാണെങ്കി വേദനായിട്ട് ഉമ്മ കുറച്ചേരം ഇരിക്കട്ടെ. കറണ്ടും പോയി. കറണ്ട് ആണെങ്കി വന്നോടും പോയോണ്ട് നിക്കാണ്. ആ നൂറ് അവിടെ എത്തിക്കണ്. ഇനിയിപ്പൊ നൂറനെ വൈകുന്നേരം കാത്താ മതി. ജംഷിൻ്റെ ഓടല്ലേ പോയിക്കണത്. ജംഷിൻ്റെ ഓട് ഇങ്ങോട്ട് വരാനേ കുറച്ച് പാടാണ് ഓൾക്ക്. ഐറ്റങ്ങൾ രണ്ടാളും അങ്ങനെയാണ്. ആ ഇങ്ങനെ 2 കൂട്ടുകാരത്തികളെ ഇമ്മ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പോലും എനിക്കുണ്ടായിട്ടില്ല ഇത്ര അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്. പക്ഷെ ഇവരത് അങ്ങനെയല്ലല്ലോ. ഇവര് ഒറ്റ സഹോദരിമാരമാർക്കാണ് ഇവർ രണ്ടാളെയും കാട്ടിക്കൂട്ടൽ. ചിലപ്പോ തോന്നേ ഇവര് ഫോൺ വിളി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് ഫ്രണ്ട്സ് അല്ല, ഇവർ രണ്ടാളും കൂടെപ്പിറപ്പാളാണ് എന്നുള്ളത്. അമ്മട്ട സ്നേഹമാണല്ലോ രണ്ടാളും കൂടി. ജംഷി നൂറിമ്മ ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആണോ അതോ കോളേജിൽ നിന്നുള്ള ഫ്രണ്ട്സ് ആണോ? ആ നമ്മളപ്പുറത്തെ പെരേതാ അയിലേന്ന് ഒരു താമസിക്കുന്നത് ആദ്യം. എന്തിനാ പറയല്, തിന്നലും കെടുത്തും ഒക്കെ അവിടെ തന്നെയായിരുന്നു. ജംഷിന്റെ ഉമ്മ വാരി കൊടുത്താലേ നൂറ് തിന്നുള്ളായിരുന്നു. മദ്രസയിൽ പോക്കും സ്കൂളിൽ പോക്കും എല്ലാതും അവിടുന്ന്, കുളി വരെ അവിടുന്നായിരുന്നു. ജംഷി നൂറും കൂടെ കുളി ഉണ്ടായിരുന്നുള്ളൂ, കെടുത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു കാലം. പിന്നെന്തോ കാരണത്താലേ പെട്ടെന്ന് അവർ ഇവിടുന്ന് വീട് വിറ്റാണ്ട് പോയി. പക്ഷെ രണ്ടാളെയും കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ അന്നും കരുതിയിരുന്നേ ഇല്ല ഇതോടക്കനെ രണ്ടാളെയും കൂട്ടുകെട്ടൊക്കെ തീരുന്നു. എന്തോ ഒരു കരച്ചിലേന്ന് രണ്ടാളും കൂടി എന്നറിയോ, നൂറും ജംഷിയും കൂടി എന്നറിയോ. ഇങ്ങനെ ഉണ്ടാവില്ല ഒരു സൗഹൃദം. എന്താ പറയാ, മറ്റുള്ളവർ കണ്ണ് വെച്ച് പോണ പോലത്തെ ഒരു കൂട്ടുകെട്ടാണ് രണ്ടാളെയും കൂട്ടുകെട്ട്. എന്താ മോനെ, ഇമ്മാന്റെ കുട്ടീനെ ഇമ്മ ഈ അടുത്തൊന്നേ ഇത്ര സന്തോഷത്തിൽ കണ്ടിട്ടില്ലല്ല. ഒരു വിസന്റെ കാര്യം അത് റെഡി ആയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലേക്ക് ആണാ? പഠിച്ചോനെ, എന്റെ കുട്ടീന്റെ എത്ര കൊല്ലത്തെ ആഗ്രഹമായിരുന്നു. അടുത്ത ആഴ്ച കയറാനാ പറഞ്ഞിട്ടുള്ളത്. മോനെ അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോളേ ഇനിയിപ്പൊ അധികം ദിവസമൊന്നും ഇല്ലല്ലോടാ. അതിനൊക്കെ അടുത്ത ആഴ്ച എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പൊ അധിക ദിവസമൊന്നും ഇല്ലല്ല. അതിനെന്താ കുട്ടിയെ, എങ്ങനെയെങ്കിലും പോയാലേ പറ്റുള്ളൂ. ഒരു 3 മാസത്തെ വിസിറ്റിങ്ങിനാണ് കയറാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നേരം അങ്ങോട്ട് പോണേ തന്നെ. എടാ ഇമ്മാന്റെ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെ പറയാം, പുറത്തിറങ്ങി നടക്കാൻ പറ്റും. എന്തൊക്കെ ഇങ്ങനൊക്കെ പറയണത്?
ഒരു അനിയത്തി ഉണ്ടായിരുന്നത് ഒരുത്തന്റെ പൊളിച്ചോടി. ഇപ്പാണെങ്കിൽ ഒരു കയറ് കഷ്ണത്തില് ജീവനൊടുക്കി. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടാ. ആൾക്കാരെ പരിഹാസവും കാര്യങ്ങളും മടുത്ത്. മോനെ കുഞ്ഞാക്കാക്ക, നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെ പറയാ? എനിക്ക് സ്വന്തമായ ഒരു വീട് വേണം നോക്കിയ. അതാണ് എന്റെ ആഗ്രഹം. വേറെ ഒരു ചിന്തയില്ല. ഇതൊന്നും ഇങ്ങോട്ട് പോകാൻ നോക്കിയ. എന്തായാലും ഈ ജോലി വേണ്ടാന്ന് ഞാൻ വെക്കണില്ല. മോനെ, അതിന് ഉമ്മാന്റെ കുട്ടിനോട് ഉമ്മ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോടാ. അടുത്ത ആഴ്ചക്കേ ഇനി അധികം ദിവസമൊന്നും ഇല്ലാന്നല്ലേ ഉമ്മ പറഞ്ഞത്. ഞാനും തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഉമ്മ അമ്മൂട്ടിയാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും. ആ ഇതാ വരണേ. ഇമ്മ ഞാൻ അങ്ങോട്ട് പോയേക്കട്ടെ. മക്കളൊക്കെ എത്ര പെട്ടെന്നാ വലുതായത്. എന്നോളം വളർന്നപ്പോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനായി. എന്റെ മക്കൾക്ക് തട്ടി കളിക്കാന് ഒരു പന്തും കൂടി കിട്ടി. അങ്ങനെ ആയിപ്പോ ഞാന്. ജംഷി, എന്തടി പെണ്ണിക്കൊന്ന് പറയാണ്ട് പെട്ടെന്നൊരു വരവ്? എന്തടി നൂറ, ഈ കരയണോ? ഈ കരയാൻ വേണ്ടിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്താ കാര്യം? ഒന്ന് എടി, അന്നെ പെട്ടെന്ന് കണ്ടപ്പോള് ഈ വന്ന അകത്തേക്ക് വാ, ഇരിക്കും. എന്ത് കോലാടി പെണ്ണ എന്റെ. ഇപ്പൊ എവിടുന്ന വരുന്നേ? ഞാൻ വീട്ടിൽ നിന്നാടി. അല്ല, ഈ പഠിപ്പ് നിർത്തിയെന്ന് കേട്ടല്ലോ, ശരിയാണോ? ആടി, എനിക്കറിയില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലല്ലല്ലോ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. അല്ല, എൻ്റെ ആങ്ങളെവിടെ പോ? എന്താ ഓന്റെ പാട്? ഇപ്പോഴും അതേപോലെ തന്നെയാണോ? ആടി, അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. എനിക്കറിയില്ലേ അവൻ്റെ സ്വഭാവം. അതിനൊരു മാറ്റമില്ല. അത് വിടുകയും ഒന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ലടി. ഇപ്പാൻ്റെ മരണം എല്ലാ കാര്യവും ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്തോ. ഈ അതൊക്കെ വിട്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്. അറിയാലോ, നീ ഉമ്മാന്റെ കാര്യങ്ങൾ നോക്ക്. ഈയും കൂടി ആകെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മാന്റെ കാര്യം ആകെ കഷ്ടത്തിലാവൂട്ടാ. നോക്ക്, ഇമ്മാക്ക് പാക ഒരു ആശ്വാസം ഈ മാത്രമാണ്. ഈയും കൂടി പിടിവിട്ടു പോയാല് ഇമ്മ ആകെ തകർന്നു പോകും. അല്ല, ഈ എന്തായാലും പഠിപ്പ് നിർത്താൻ തീരുമാനിച്ച്. നീ എന്താ എന്റെ പ്ലാന്? ഈ എന്ത് ജോലിക്ക് പോവാന്നാ പറഞ്ഞത്? അതടി, അത് ജംഷിയെ എന്നിട്ട് പറയടി ജംഷിയെ, എന്തൊക്കെ എൻ്റെ വിശേഷം? നിൽക്കല്ലോ, അനക്കപ്പല്ലേ വിശേഷം മുഴുവൻ. ഈ തീരുമാനം ഈ എന്തിനായിട്ട് എടുത്തതാ മോളെ? അനക്ക് ഈ പഠിപ്പ് മുഴുവനാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ജോലിയോട് എനിക്ക് കിട്ടൂലേ? എടി, എനിക്കറിയണല്ലേ, ഞാൻ 2-3 ജോലിയൊക്കെ നോക്കി. പക്ഷെ ഒന്നും അത്ര ശമ്പളം പോരാ. പിന്നെ അടുത്തൊരു വീട്ടിൽ അവരുമ്മാനെ മാത്രം നോക്കാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണടി. ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞ്. പിന്നെ ഉമ്മാൻ്റെ ചികിത്സ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും, വാടക കൊടുക്കൽ, എനിക്കറിയണല്ലേ. ഈ കാര്യങ്ങൾക്കൊക്കെ ഈ മാത്രല്ലല്ലോ അവിടെ ഉള്ളത്. എനിക്കൊരു ബ്രദർ ഇല്ലേ? കുറച്ച് കാര്യങ്ങൾ ഇനി ഓനക്ക് വിട്ടുകൊടുക്ക്.
ഓനും ചെയ്യട്ടെ കുറച്ച് കാര്യങ്ങള്. എത്രയെന്ന് വെച്ചാ ഈ മാത്രം ഇങ്ങനെ? ഇല്ലടി, അവൻ ചെയ്യൂല. അവൻ പെണ്ണിട്ടിപ്പളേ പണ്ടത്തെ ആങ്ങളൊന്നല്ല. അവിടെ വീട്ടിൽ അവൻ്റെ ശത്രുവാണ് ഞാൻ. അത് വേറെ, അത് വിടുകയും. അപ്പോ എല്ലാ പ്രാരാബ്ദം കൂടി അന്റെ തലയിൽ ഏൽക്കാനാണോ ഇജിന് തീരുമാനിച്ചിരിക്കുന്നത്? നോക്കട്ടെ ഈ നൂറിൻ്റെ ജീവിതം ഏതുവരെ പോകുന്നുള്ളു. എന്നാലും എവിടെ തളരൂലടി ഞാൻ. എനിക്കറിയില്ല എന്നെ പിടിച്ചു നിൽക്കും. ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം. അപ്പം ഞാൻ പോയടി. എപ്പോഴാ ഇങ്ങോട്ടൊക്കെ? ഇൻഷാ അല്ലാ വരണ്ട്, എപ്പോഴെങ്കിലും വരണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫോൺ വിളിക്കാടി, ഫോൺ വിളിച്ച് സംസാരിക്കാം. അതിപ്പോൾ കുറേ ആയില്ല എന്നെ കണ്ടിട്ട്. അപ്പോൾ ഞാനും കരുതിയൊന്ന് വന്ന് കാണാലോ എന്നുള്ളത്. ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോക്ക് തുടത്തിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റൂലല്ല. അത് പിന്നെ വന്ന് കണ്ടത്. എന്ന് മുതലാ എന്നിട്ട് ഇവിടെ പോവാൻ തീരുമാനിച്ചേ? നാളെ മുതൽ പോണടി. എന്നാ ഞാൻ പോയി. ഏയ് വേണ്ടടി. ഏയ് തൽക്കാലം എപ്പോൾ ഇതവിടെ പിടിക്കും. ആവശ്യം വരുമ്പോഴല്ലേ നമ്മളെ പരസ്പരം അങ്ങോട്ടും കൊണ്ട് സഹായിക്കണ്ടേ? അടി വേണ്ടടി. ഒന്നും പറയണ്ട, ഇപ്പൊ പോവാൻ നോക്ക്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് വെച്ചാൽ ഈ ഒരു മടിയും വിചാരിക്കരുത്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും വിളിക്കണം. വിളിക്കണ്ട് കേട്ടാ. എന്നാ ശരി, ഞാൻ പോയി.